ഒരു പാവപ്പെട്ട വീട്ടിലെ പാവ അമ്മയുടെ മകനാണ് നായകനായ അർജുൻ. അവന്റെ അച്ഛൻ അവൻ 1.5 വയസ്സുള്ളപ്പോഴേ മരണപ്പെട്ടതാ. പിന്നീട് അമ്മയാണ് കഷ്ടപ്പെട്ട് അവനെ വളർത്തിയത്. +2 കഴിഞ്ഞ് അവൻ കുറേ നാൾ ഉഴപ്പി നടന്നു. പിന്നീട് ഒരു മാഷിന്റെ സഹായത്തോടെ അവന് ഡിഗ്രിക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും അമ്മ അവനെ കോളേജിൽ ചേർത്ത് ഒരു ഉമ്മ കൊടുത്ത് ക്ലാസ്സിലേക്ക് അയക്കുകയും ചെയ്തു. അതേ നേരത്താണ് നായികയായ അനു ആ കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അവളുടെ അമ്മ ചെറുപ്പത്തിലേ മരണപ്പെട്ടിരുന്നു. അനു അർജുനും ഒരേ ക്ലാസ്സിലാണ്. അർജുൻ അങ്ങനെ ഗേൾഫ്രണ്ട് ഒന്നുമില്ല, പെൺകുട്ടികളോട് സംസാരിക്കാൻ തന്നെ പേടിയാണ്. ഇതെല്ലാം മനസ്സിലാക്കി അനു അർജുനുമായി കൂട്ടാവാൻ ശ്രമിക്കുന്നു. എനിക്ക് ഗേൾഫ്രണ്ട് ഒന്നും ഇല്ലെങ്കിൽ എന്നെ പ്രേമിച്ചെന്ന് അവൾ തമാശക്ക് പറയുകയാണ്. എന്നാൽ അർജുൻ അത് വളരെ സീരിയസ് ആയി എടുക്കുകയും അവളെ സീരിയസ് ആയി പ്രണയിക്കാനായും തുടങ്ങുന്നു. ഏകദേശം 1.5 വർഷം പ്രണയിച്ചതിന് ശേഷം അവൻ അവളോട് ആ ഇഷ്ടം തുറന്നു പറയാനായി പോവുകയാണ്. എന്നാൽ ആ നേരത്താണ് അനു അവളുടെ കല്യാണമാണെന്ന് പറഞ്ഞ് അവനെ ക്ഷണിക്കാനായി അവന്റെ അടുത്തേക്ക് വരുന്നത്. അത് കേട്ടതും അവൻ ആകെ തളർന്നു പോയി. പക്ഷെ അവളുടെ മുന്നിൽ അതൊന്നും പ്രകടിപ്പിക്കാതെ കൺഗ്രാറ്റ്സ് പറഞ്ഞ് അവിടെ നിന്ന് പോയി. സങ്കടം സഹിക്കാൻ വയ്യാതെ വണ്ടിയെടുത്ത് പോകുമ്പോൾ ഒരു ആക്സിഡന്റ് പറ്റുകയും അവൻ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. പിന്നീട് അവന്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് അവൻ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായി സഹായിച്ചത്. അങ്ങനെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അനു ക്ലാസ്സിലേക്ക് വരികയാണ്. ആ വിവരം അറിഞ്ഞ് അർജുന കോളേജിലേക്ക് അവളെ കാണാനായി പോവുകയാണ്. അവൾ അവളുടെ കല്യാണ കത്തെടുത്ത് അർജുനെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ ആ കത്ത് വാങ്ങി കല്യാണ ചെക്കന്റെ പേര് തടഞ്ഞ് അവന്റെ പേര് എഴുതി വെക്കുകയാണ്. ആ നേരത്താണ് അർജുന് തന്നോട് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം അനുവിന് മനസ്സിലാവുന്നത്. അനു ആകെ സങ്കടത്തിലായി. അവളൊരു നല്ല ഫ്രണ്ട് ആയിട്ട് മാത്രമേ അവനെ കണ്ടിരുന്നുള്ളൂ. ഒരു പെണ്ണിനോട് പ്രണയം തോന്നിയാൽ അത് തുറന്നു പറയാൻ പോലും ധൈര്യമില്ലാത്ത നിന്നെ പോലെ ഒരുത്തിനെയൊന്നും ഒരിക്കലും ഞാൻ പ്രണയിക്കില്ല എന്ന് പറഞ്ഞ് വളരെ ദേഷ്യപ്പെട്ട് അവൾ നടന്നുപോയി. അന്ന് രാത്രി കുടിച്ചുകൊണ്ട് അവനും അവന്റെ സുഹൃത്തും അനു ആന്റി താമസിക്കുന്ന വീടിനടുത്തേക്ക് പോയി എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കാനായി തുടങ്ങി. വഴക്ക് തുടർന്നതും പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അനു ആന്റിയും രാവിലെ തന്നെ പോയി അവന് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ ക്ലാസ്സിൽ പോയിട്ടില്ല. താൻ കാരണമാണ് അവൻ ക്ലാസ്സിലേക്ക് വരാത്തത് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവൾ അവനെ അന്വേഷിച്ച് അവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവന്റെ അമ്മയ്ക്ക് ഇതൊന്നും തന്നെ അറിയില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ അർജുനോട് പറയാണ് നിന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നിന്നെ പഠിപ്പിക്കുന്നത്, നീ മര്യാദക്ക് കോളേജിൽ വരാൻ നോക്കുക എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയി. പിറ്റേന്ന് അവൾ കോളേജിൽ വന്ന സമയത്ത് അർജുനും വന്നിട്ടുണ്ടായിരുന്നു. താൻ പറഞ്ഞതുകൊണ്ടാണ് അവൻ കോളേജിൽ വന്നത് എന്ന് ഓർത്ത് അവൾ സന്തോഷിച്ചു. അർജുനോട് നമുക്ക് നല്ല സുഹൃത്തായി തുടരാമെന്ന് പറഞ്ഞതും അതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് അർജുൻ വളരെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയി. അതിനുശേഷം അവൻ അവളോട് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ അനുവിനെ എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ അർജുൻ ഒരുപാട് മദ്യപിക്കുകയും അവന്റെ കൂട്ടുകാരൊക്കെ അവനെ സമാധാനിപ്പിക്കാനായി ശ്രമിച്ചു. എന്നാൽ കുടിച്ച് വീട്ടിലേക്ക് എത്തി അവൻ അമ്മയുമായി വഴക്കുണ്ടാക്കുകയാണ്. നിങ്ങൾ എന്നെ ഇങ്ങനെ വളർത്തിയതുകൊണ്ടാണ് എനിക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയത് തുറന്നു പറയാൻ പോലും പറ്റാഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അമ്മയെ എന്തൊക്കെയോ പറഞ്ഞതും അമ്മയും ആകെ സങ്കടത്തിലായി. പിറ്റേന്ന് രാവിലെ ബോധം വന്നപ്പോഴാണ് കുടിച്ചിട്ട് അമ്മയോട് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ള കാര്യം അവൻ ഓർമ്മ വരുന്നത്. കുറ്റബോധം കൊണ്ട് അവൻ അമ്മയോട് ഒരുപാട് ക്ഷമ പറയുകയും എനിക്ക് അമ്മയെ മാത്രം മതി എന്ന് പറഞ്ഞ് അമ്മയെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. പിറ്റേന്ന് അവളുടെ കല്യാണമായിരുന്നു. അർജുന്റെ അവസ്ഥ ഓർത്ത് അനുവും വിഷമത്തിൽ തന്നെയായിരുന്നു. അനുവിനെ നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ പോലും പറ്റാതെ അർജുൻ ആത്മഹത്യ ചെയ്യാനായി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു കൊക്കയുടെ അടുത്തെത്തി അവൻ പേഴ്സ് തുറന്ന് അനുവിന്റെ ഒരു ഫോട്ടോ എടുത്ത് കൊക്കയിലേക്ക് എറിഞ്ഞപ്പോഴാണ് സ്വന്തം അമ്മയുടെ ഫോട്ടോ അതിൽ അവൻ കാണുന്നത്. അനു പോയാൽ ഇനി ഒരുപാട് അനു വന്നേക്കാം, പക്ഷെ അവന്റെ അമ്മയ്ക്ക് ഈ അർജുൻ മാത്രമേ ഉള്ളൂ. ആ തിരിച്ചറിവ് വന്നതുകൊണ്ട് തന്നെ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തി അമ്മയ്ക്ക് വേണ്ടി ജീവിക്കാനായി അർജുൻ തീരുമാനിക്കുകയാണ്. വീട്ടിലേക്ക് എത്തിയ അർജുൻ അമ്മയും കൂട്ടി ഒന്ന് പുറത്തേക്കൊക്കെ പോകുന്നു. ശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കാഴ്ച കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. അർജുന്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു, അവനിപ്പോൾ ഒരു മകനുണ്ട്. എവിടെ വെച്ചാണോ തന്റെ ജീവിതം അവസാനിപ്പിക്കാനായി അർജുൻ ശ്രമിച്ചത് അതേ സ്ഥലത്ത് തന്നെ അവൻ എല്ലാ വർഷവും വന്നിരിക്കുമായിരുന്നു. കാരണം അവിടെ തൊട്ടാണ് അവൻ വിജയിച്ചു തുടങ്ങിയത്. ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾക്കിപ്പോൾ ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷെ അതിനേക്കാളും മനോഹരമായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുണ്ടാവും. അതിനുവേണ്ടി കാത്തിരിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. ഇങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ അവസാനിപ്പിക്കുന്നത്.